ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ പ്രഖ്യാപനമല്ല ഇത്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും കന്നിയത്ത് ഉസ്താദിന്റെയും വിടപറഞ്ഞു പോയ കാളമ്പാടി ഉസ്താദിന്റെയും ഈ ചൊടിയുടെ മുമ്പിൽ പുറകിൽ നിന്ന SKSSFന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കാലഘട്ടത്തിന്റെ കാലച്ചകൾ കാലെ കൂട്ടി കണ്ടറിഞ്ഞ് കാരിരുമ്പിന്റെ കരുത്തും കന്മതിരിന്റെ കരുതലുമുള്ള കാലത്തിന്റെ കാവലാളുകളായ SKSSFന്റെ ചെറുപ്പക്കാര് പറയുകയാ, ഈ നിൽക്കുന്ന പടയണി ഏടെന്നറിയുമോ? നാളെ ഒരിക്കൽ കൂടി ഈ റിപ്പബ്ലിക്കിന്റെ ദിനത്തിൽ ഒരിക്കൽ കൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുകയും ആ യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാരെ തകയാടെ വന്ന് ഇന്ത്യയിലെ മുഴുവൻ ചെറുപ്പക്കാരെയും ഈ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്താൽ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും മണ്ണിൽ ആരൊക്കെ 1000 വട്ടം പറഞ്ഞ മലപ്പുറത്തിന്റെ മണ്ണിൽ ആ മണ്ണിൽ നിന്ന് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് ഇന്ത്യൻ പട്ടാളത്തിലേക്ക് കൊണ്ടുപോയാൽ കാശ്മീരിന്റെ സിയാച്ചിൻ മലനിരകളിൽ ഭാരത രാജ്യത്തിനെതിരെ ഞങ്ങളുടെ മാതൃരാജ്യത്തിനെതിരെ കുരു തക്ബീർ എന്ന് പറഞ്ഞ് പച്ചത്തലപ്പാവും പച്ച യൂണിഫോമും ഇട്ട് AK-47 തോക്കുകളുമായി പാകിസ്ഥാന്റെ പട്ടാളക്കാർ കുരു തക്ബീർ എന്ന് പറഞ്ഞ് ഭാരതാംബയ്ക്കെതിരെ വെടിവെട്ടിച്ചാൽ ആ സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ യുദ്ധം ചെയ്യാനും വെടിവെടിക്കുവാനും SKSSFന്റെ ഈ പടയണി തയ്യാറാണ് എന്ന് 1000 വട്ടം ആദർശത്തിന്റെ വ്യക്തതയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന ആരെന്നറിയുമോ? ഇതൊരു വീഴ്വാക്കല്ല, ഇത് വാക്കവിയുടെ പ്രസംഗത്തിന്റെ ഗരിമയുമല്ല. ഈ പറയുന്നത് പച്ചക്കുപ്പയുടെ കാര്യം ഞാനും നിങ്ങളും മനസ്സിന്റെ